അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി പട്ടണം. കേരളത്തിന്റെ വ്യാവസായിക നഗരം കൂടിയായ കൊച്ചി അതിവേഗം വികസനത്തിന്റെ പാതകൾ താണ്ടുകയാണ്. വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പദ്ധതി, സ്മാർട്ട് സിറ്റി ഇന്റർനെറ്റ് സിറ്റി പ്രോജക്ട്സ്, ബയോടെക്നോളജി, ഫാഷൻ പാർക്കുകൾ, സീപോർട്ട് എയർപോർട്ട് റോഡ്വേസുകൾ. കൊച്ചി നഗരം അപ്പാടെ മാറുകയാണ്. അടുത്ത 1/4 നൂറ്റാണ്ടിനുള്ളിൽ കൊച്ചിക്ക് വരാവുന്ന മാറ്റങ്ങൾ പ്രവചനങ്ങൾക്കതീതം. 10 വർഷത്തിനുള്ളിൽ പ്രമുഖ ദക്ഷിണേന്ത്യൻ നഗരങ്ങളായ ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവയെ കൊച്ചി നഗരം പിന്നിലാക്കുമെന്ന് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വ്യവസായ വികസനവും വിവരസാങ്കേതിക വിപ്ലവവും മാത്രമല്ല കൊച്ചിയെ സമ്പന്നമാക്കുന്നത്. അനന്തമായ ടൂറിസം സാധ്യതകൾ കൊച്ചിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതും. കായലും കടലും ദ്വീപുകളും തുരുത്തുകളും ചീനവലകളും അതിരിട്ടു നിൽക്കുന്ന കൊച്ചി ഏതൊരു സഞ്ചാരിക്കും ഏതു കാലവും പ്രിയപ്പെട്ട ഇടം തന്നെ. ഒരിക്കൽ വന്നുപോയാൽ ഗൃഹാതുരത പേറുന്ന ഓർമ്മകളുമായി അവർ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറെ സുരക്ഷിതമായ നഗരങ്ങളിലൊന്ന് എന്ന ഖ്യാതി കൊച്ചിയെ മാതൃഭൂമി പോലെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. കൊച്ചിയെ ചുറ്റപ്പെട്ടു കിടക്കുന്ന 100 കണക്കിന് കായൽ ഗ്രാമങ്ങൾ ടൂറിസ്റ്റുകളുടെ കൊച്ചു കൊച്ചു തുരുത്തുകളാണ്. അമേരിക്കക്കാരും ജർമ്മനിക്കാരും ബ്രിട്ടീഷുകാരുമൊക്കെ അവരുടെ അവധിക്കാലം ഇവിടെ നാട്ടുകാരോടൊപ്പം ചെലവിടുന്നു. നാട്ടുഗ്രാമങ്ങളുടെ സംസ്കാരവുമായി എളുപ്പം ഇഴുകിച്ചേരുന്നവരാണ് ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾ. വിവിധ സംസ്കാരങ്ങളെ ഒന്നിപ്പിക്കുന്ന സംഗമഭൂമി കൂടിയാണ് കൊച്ചി. ലോകവൈവിധ്യങ്ങളുടെ ഒരു തുരുത്തായി മാറുകയാണ് ഈ സുന്ദരി പട്ടണം. ഇത് MG റോഡ്. നിരവധി ചരിത്ര സന്ദർഭങ്ങൾക്ക് സാക്ഷ്യമായി സ്വയം ചരിത്രമായി മാറിയ രാജകീയ വീഥിയിലൂടെയാണ് ഹരിതഭാരതത്തിന്റെ യാത്ര. പുലർകാലമാണ്. നഗരത്തിൽ തിരക്കേറി വരുന്നതേയുള്ളൂ. കൊച്ചിക്ക് അരികുപറ്റിക്കിടക്കുന്ന കുമ്പളങ്ങി എന്ന മനോഹര ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. ലോക ടൂറിസം മാപ്പിൽ കയറിപ്പറ്റിയ മാതൃകാ ടൂറിസം ഗ്രാമമായ കുമ്പളങ്ങിയും കുമ്പളങ്ങി ലോകവിപണിയിൽ പ്രതിനിധീകരിക്കുന്ന ഞണ്ട് കൃഷിയുമാണ് ഹരിതഭാരതം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. പഴയ തേവര പാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കൊച്ചിയുടെ കായൽ സൗന്ദര്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് തേവര പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ. കായൽ സമൃദ്ധിയുടെ ശാന്തമായ ആഴം നയനാനന്ദകരം തന്നെ ഈ കാഴ്ചകളൊക്കെയും. തുറമുഖ കാഴ്ചകൾ താണ്ടി വീണ്ടും മറ്റൊരു പാലത്തിലേക്ക് കടന്നു. ഇതാണ് പ്രശസ്തവും വിവാദവുമായ മട്ടാഞ്ചേരി പാലം. കേരളത്തിൽ BOT അടിസ്ഥാനത്തിൽ പണിതീർത്ത ആദ്യ പാലമാണ് ഇത്. വികസനത്തോടുള്ള കേരളീയരുടെ കാഴ്ചപ്പാട് വെളിവാക്കുന്നതായിരുന്നു ഇവിടെ അരങ്ങേറിയ ജനകീയ സമരങ്ങൾ. പാലങ്ങളും റോഡുകളും ഏതൊരു നാടിൻ്റെയും വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ L&T പണിതീർത്ത 100 കണക്കിന് പാലങ്ങളുണ്ട്. അതിലൂടെ തമിഴ് മക്കൾ യാത്ര ചെയ്യാതിരിക്കുന്നില്ല. വികസനത്തിലും പുരോഗതിയിലും തമിഴ്നാട് കേരളത്തിന് മുകളിലായത് മനോനിലയിലെ ഈ അന്തരം കൊണ്ട് തന്നെ. വീതിയേറിയ നഗരപാതകൾ പിന്നിട്ട് കുമ്പളങ്ങിയുടെ പ്രശാന്ത സുന്ദരമായ നാടൻ വീഥിയിലേക്ക് പ്രവേശിക്കുകയായി. പെരുമ്പടപ്പ് കുമ്പളങ്ങി പാലമാണ് കരയെയും ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നത്. പാലങ്ങൾ കുമ്പളങ്ങിക്കാരെ അക്കരെ ഇക്കരെ കടത്തുക മാത്രമല്ല, സഞ്ചാരികളെ ഗ്രാമത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. തെങ്ങോലകൾ തണൽ വിരിച്ചു നിൽക്കുന്ന പാതകൾക്ക് ഇരുപുറവുമായി കൊച്ചു കൊച്ചു വീടുകൾ. കൊച്ചിക്ക് തെക്കു പടിഞ്ഞാറുള്ള ദ്വീപാണ് കുമ്പളങ്ങിയെന്ന് പറയാം. കടലിന്റെയും കായലിന്റെയും സംഗീതം അലയടിച്ചു നിൽക്കുന്ന കൊച്ചു ഗ്രാമം. കുമ്പളങ്ങിക്കാർ സത്യസന്ധരും എന്നാൽ ആരെയും കൂസാത്തവരുമാണ്. ധാരാളം തമാശ കഥകൾ പറയുന്നതിലും അത് ആസ്വദിച്ച് ഉറക്കെ ചിരിക്കുന്നതിലും ഇവർക്ക് പ്രത്യേക ബിരുദാണ്. കൊച്ചിയുടെ അരികുപറ്റി
5 കിലോമീറ്റർ നെടുനീളത്തിൽ കിടക്കുന്നതും 30,000-നടുത്ത് ജനസംഖ്യയുമുള്ളതുമായ കുമ്പളങ്ങി ഗ്രാമം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കുമ്പളങ്ങിയിലെ കല്ലഞ്ചേരി പ്രദേശത്തെ കല്ലഞ്ചേരി റിട്രീറ്റിലേക്കാണ് ഹരിതഭാരതം കടന്നു ചെല്ലുന്നത്. ഇടതൂർന്ന കവുങ്ങ് മരങ്ങൾക്കിടയിലൂടെയാണ് അകത്തേക്കുള്ള പാത. ഹോം സ്റ്റേ എന്ന് പേരിട്ട് വിളിക്കുന്ന കൊച്ചു സുഖവാസ വീടുകളും ഞണ്ടുപാടങ്ങളുമാണ് കല്ലഞ്ചേരി റിട്രീറ്റിലെ കാഴ്ചകൾ. കല്ലഞ്ചേരി ആദ്യകാലത്ത് ഒരു കൊച്ചു തുരുത്തായിരുന്നു. പുതുതായി നിരത്തിയെടുത്ത ബണ്ടുകളാണ് ഗതാഗതം എളുപ്പമാക്കുന്നത്. കുറച്ചുകാലം മുമ്പ് വരെ കല്ലഞ്ചേരിക്കാരുടെ യാത്ര കടത്തുവഞ്ചികളിലായിരുന്നു. കൊച്ചു തോണികളും ചീനവലകളുമൊക്കെ കല്ലഞ്ചേരിയിലെ പതിവ് കാഴ്ചകൾ. മത്സ്യബന്ധന വഞ്ചികളാണ് ഏറെയും. മീൻപിടുത്തം കുമ്പളങ്ങിക്കാരുടെ പ്രധാന ജീവിതോപാധിയാണ്. ഈ ഗ്രാമത്തിന്റെ സംസ്കാരവും ജീവിതശൈലിയുമൊക്കെ ഇത്തരം പരമ്പരാഗത തൊഴിലുകളിൽ പ്രതിഫലിക്കുന്നു. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ് കുമ്പളങ്ങിയിലേത്. പണ്ടുകാലങ്ങളിൽ ഇവിടെ വിപുലമായി പച്ചക്കറി കൃഷി നടന്നിരുന്നു. കുമ്പളങ്ങ അടക്കമുള്ള പച്ചക്കറി നാമങ്ങളിൽ നിന്ന് വന്നതാകാം കുമ്പളങ്ങി എന്ന സ്ഥലനാമം. ഇന്ന് പച്ചക്കറി കൃഷിയേക്കാളേറെ ലാഭം നൽകുന്നത് ഞണ്ട് വളർത്തലാണ്.